സ്റ്റേഡിയം ആർക്കും വേണ്ടാണ്ട് കിടന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ കംപ്ലീറ്റ് സ്റ്റേഡിയം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മുഴുവൻ ഞാൻ കൊക്കക്കോള നിറച്ചേക്കാണ്. പാലക്കാട് പ്ലാന്റിൽ നിന്ന് എവിടെ നിന്ന് ചെന്നൈ എവിടെ നിന്നൊക്കെ ഉള്ള ഈ ഒരു ബിൽഡിങ് എൻ്റെ ലൈഫ് കംപ്ലീറ്റ് ഒരു വേറെ ലെവലിലേക്ക് കൊണ്ടുപോയത് ഇവിടെയായിരുന്നു. ചൂട് വലിപ്പോടാ, ചൂട് വലിപ്പോടാ. എന്നാ കുറച്ച് ദിവസമായി കൊച്ചി സ്റ്റോറീസും നമ്മൾ പറഞ്ഞിട്ട് സമയമില്ല, അതാണ് പ്രശ്നം. ടൈം കിട്ടണല്ലോ ഇതൊന്നും. നമ്മളൊരു ഫുൾ ടൈം ബ്ലോഗറോ ഒന്നും അല്ലല്ലോ. അപ്പോൾ സമയം കിട്ടണ്ടേ. നമ്മൾ അങ്ങനെ വന്നപ്പോൾ ഇന്ന് കുറച്ച് സമയം എറണാകുളം ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. എറണാകുളം കറങ്ങാമെന്ന് വിചാരിച്ചത് ഇവിടെ സ്റ്റേഡിയത്തിൻ്റെ അവിടെ വന്നപ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ സ്റ്റേഡിയം കംപ്ലീറ്റ് കടകൾ, ചുറ്റും കടകളാണ്. ഈ സ്റ്റേഡിയം ആർക്കും വേണ്ടാണ്ട് കിടന്നൊരു കാലഘട്ടമാണ്. ഒരു കടയില്ല ഇതിനകത്ത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കൊക്കക്കോളയ്ക്ക് ഗോഡൗൺ വേണം. ഞാൻ നേരെ അന്ന് ബാലചന്ദ്രൻ സാറാണ് GCDA ചെയർമാൻ. ഞാൻ സാറിൻ്റെ അടുത്ത് പോയി പറഞ്ഞു, ഒരു കാര്യം ചെയ്തു തുടങ്ങി. അപ്പോൾ സ്റ്റേഡിയം മുഴുവൻ അങ്ങോട്ട് വാടകയ്ക്ക് എടുത്തോന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഷോപ്പ് ഒഴിച്ച് ബാക്കി ഈ എൻറ്റയർ സ്റ്റേഡിയം എൻ്റെ കയ്യിലായിരുന്നു. അപ്പോൾ കംപ്ലീറ്റ് സ്റ്റേഡിയം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മുഴുവൻ ഞാൻ കൊക്കക്കോള നിറച്ചേക്കാണ്. പാലക്കാട് പ്ലാന്റിൽ നിന്ന് എവിടെ നിന്ന് ചെന്നൈ എവിടെ നിന്നൊക്കെ ലോറികൾ ഇങ്ങനെ വരണു. മാസീവ് ലോറീസ് ഈ സൈഡിൽ മുഴുവൻ പാർക്ക് ചെയ്യണം. ഇതിനകത്ത് മുഴുവനും കൊക്കക്കോള നിറച്ചേക്കാണ്. ഈ സ്റ്റേഡിയം കംപ്ലീറ്റ്. സ്റ്റേഡിയത്തിൻ്റെ അടിയിൽ ഒരു ഷോപ്പ് പോലും ഇല്ല, എല്ലാം എൻ്റെ ഷോപ്പ്. ഫുൾ ഞാൻ വാടകയ്ക്ക് എടുത്തേക്കുന്ന ഷോപ്പ്. ഒരു മിനിറ്റ്. ഓക്കെ. അപ്പോൾ അങ്ങനെ ഇതായി. അപ്പോൾ ഇവിടെ ഫുൾ ലോറിയും ബഹളവും അതും ഇതും നമ്മുടെ ഒരു സാമ്രാജ്യം. അപ്പോൾ അതിനകത്ത് രസം ഉണ്ടായെന്ന് വെച്ചാൽ ഒരു 3-4 കൊല്ലം കഴിഞ്ഞപ്പം ഇവിടെ ഇങ്ങനെ തമിഴന്മാർ ലോറി ഇങ്ങനെ പാർക്ക് ചെയ്ത് ഇട്ടേക്കുക. ഇവിടെ രാവിലെ വെളുപ്പിനെ നടക്കാനായിട്ട് ആൾക്കാർ വരും. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഈ നടക്കണ കൂട്ടത്തിൽ ഒരു ഹൈക്കോടതി ജസ്റ്റിസ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ സീൻ എന്ന് വെച്ചാൽ ഈ ലോറി ഡ്രൈവേഴ്സ് അവിടെ പുറത്തിരുന്നിട്ട് ഷിറ്റടിക്കും. അങ്ങനെ ആ ഷിറ്റടിക്കണ ഈ ജഡ്ജ് കണ്ട് പുള്ളിക്കാരൻ വേഗം GCDA ചെയർമാനെ വിളിച്ചു. അപ്പം തന്നെ പറഞ്ഞു, അവിടെ മുഴുവൻ നശിപ്പിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പം തന്നെ എനിക്ക് പണി കിട്ടി. അപ്പം തന്നെ വീണ്ടും ബാലചന്ദ്രൻ സാർ വിളിച്ചിട്ട് പറഞ്ഞു, കംപ്ലീറ്റ് വേഗം ഒഴിഞ്ഞോളാൻ പറഞ്ഞു. അങ്ങനെ ഒരു 3-4 കൊല്ലം ഈ സ്റ്റേഡിയം മുഴുവനും കയ്യിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സ്റ്റേഡിയം വീഡിയോ ചെയ്തത്. അന്ന് ഈ പറയണ എന്തോ ക്രിക്കറ്റ് വരുമ്പോഴും ആ സമയത്താണ് ഓസ്ട്രേലിയ മാച്ച് ഒരെണ്ണം ഇവിടെ ഇത് ചെയ്തിരുന്നു. പിന്നെ അങ്ങനെ ആ സമയത്ത് അപ്പം പിന്നെ ഷോപ്പ് അടയ്ക്കാൻ പറയില്ല. മെസ്സി വന്നേ എന്ന് പറഞ്ഞ് ഷോപ്പ് അടയ്ക്കാൻ പറഞ്ഞു. ഷോപ്പ് അടയ്ക്കണ്ട, എൻ്റെ മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര കംഫർട്ടബിളായിരുന്നു. അതേപോലെ FC കൊച്ചിനെ ഞാൻ ഒരു ദിവസം കൊണ്ട സ്പോൺസർഷിപ്പ്. അന്ന് ഞാൻ FC കൊച്ചിൻ്റെ പോള് വഴി പറഞ്ഞിട്ട് ഞാൻ I think 70 lakhs ആണെന്ന് തോന്നുന്നു. അന്ന് ഒരു 1 day കൊണ്ട് ഞാൻ സ്പോൺസർഷിപ്പ് ചെയ്തു കൊടുത്തത്. I think 70 lakhs അന്ന്. സോ ഇറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ്. ഇങ്ങനെ കൊച്ചിക്കൂടി വണ്ടി ഓടിച്ചപ്പോൾ പെട്ടെന്ന് കുറച്ച് ദിവസമായി ഈ ടൗണിൻ്റെ ഉള്ളിലേക്ക് വന്നു. അത് ട്രാഫിക്കാണ്. അപ്പോൾ ഇന്നൊന്ന് ടൗണിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഞാൻ വിചാരിച്ചു, സ്റ്റേഡിയം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു യെസ്, ഇത് ഇപ്പോൾ ഒരു ബിസിനസ് ഹബ്ബായി മാറി ഈ സ്റ്റേഡിയം. കൊള്ളാം. ഈ ഒരു ബിൽഡിംഗ്, ഇത് രാജേന്ദ്ര മെമ്മോറിയൽ കോംപ്ലക്സ്. ഈ ഒരു ബിൽഡിംഗ് എൻ്റെ ലൈഫ് കംപ്ലീറ്റ് ഒരു വേറെ ലെവലിലേക്ക് കൊണ്ടുപോയത് ഇവിടെയായിരുന്നു. എന്ന് വെച്ചാൽ കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇവിടെയായിരുന്നു.
അപ്പോൾ ഈ കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ 1989, 91 കാലഘട്ടത്തിൽ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഒരു 11 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ഇവിടുത്തെ ഒരു എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വേറെ ലെവൽ ഓഫ് എനർജി ആയിരുന്നു. ഞാനത് കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ പറ്റി എന്തായാലും ഞാൻ വേറൊരു ടൈമിൽ അത് പറയണ്ടാവും. അത് പഴയ സ്റ്റോക്കിൻ്റെ ആൾക്കാർ പലരും അത് ഞങ്ങൾ ഒന്നിച്ചുണ്ടാവും ആ സമയത്ത്. ഞാൻ അവിടെ പനങ്ങാട് ഒരു ചായ കുടിക്കാൻ പോകുന്നു. ഞാൻ എൻ്റെ വാവച്ചൻ്റെ കടയിൽ നിന്നൊരു ചായ, ഞങ്ങളുടെ നമ്മുടെ സ്കൂൾ ക്യാൻറ്റീൻ നടത്തിയിരുന്നതാണ് വാവച്ചൻ. ഇതെൻ്റെ ഫാദറിൻ്റെ പേരിലെ സ്കൂള്. ഇതാണ് നമ്മുടെ വാവച്ചൻ്റെ കട. നല്ല പഴം റോസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കി വരുന്നുണ്ട്. വാവച്ച ചായ എടുക്ക്. മീൻ പിടിച്ചോണ്ടിരിക്കണം. ഞാൻ ഇവിടം വരെ എത്തിയിട്ടില്ല. ഞാൻ ഇവിടെ വാവച്ചൻ്റെ കടയിൽ നിന്ന് ഒരു പഴംപൊരിയും ഒരു ഇതും ബീഫും കഴിക്കാൻ കയറി. എന്നിട്ട് നീ വേമ്പാ അങ്ങോട്ട്. ഓക്കെ, ഞാൻ ഇവിടെ അങ്ങോട്ട് എത്തിയിട്ടില്ല. ഇവിടെ സ്കൂളിൻ്റെ മുമ്പിലൊരു കടയിലുണ്ട്. ഇറങ്ങും. അതെ, വാവച്ചൻ്റെ കടയിലേ ഫ്രിഡ്ജില്ല. രാവിലെ പോയി ഇറച്ചി കൊണ്ടുവരും, ബീഫ് കൊണ്ടുവരും, അടിപൊളി ബീഫ് ഉണ്ടാക്കും. അത്രേ ഉള്ളൂ. അതങ്ങടാ പഴം ഇങ്ങനെ അങ്ങോട്ട് നല്ല അസ്ഥയിൽ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ പൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെ, അതേ വരിപ്പോടെ ഉണ്ട്. വരിപ്പോടെ ഇരിക്കട്ടെ, ചൂട് വരിപ്പോടാ. ചൂട് വരിപ്പോടാ. എന്നാ എടാ, ഞാൻ പനങ്ങാട് നമ്മുടെ വാവച്ചൻ്റെ കടയിലുണ്ട്. വാവച്ചൻ്റെ അനിയൻ താജ് മലബാറിലെ സീനിയർ സ്റ്റാഫാണ്. അപ്പോൾ ഞാൻ സാധാരണ സോജന്ന പുള്ളിയുടെ പേര് സോജനം കളിയാക്കാറുണ്ട്. സോജ, നിൻ്റെ മലബാറിൽ എന്ത് കാര്യം? എൻ്റെ ഏട്ടൻ്റെ അവിടുത്തെ പഴംപൊരിയും ബീഫും അതൊരു കോമ്പിനേഷൻ അല്ലേ ഇവിടുത്തെ എന്ന് പറയാറുണ്ട്. കണ്ട, ഞാൻ പറഞ്ഞു ഇത് നോക്കിയേ, ഈ പഴംപൊരിയുടെ ടെക്സ്റ്റ് എന്ന് പറയുന്നത് വ്യത്യാസമുണ്ട്. ഇതുകൊണ്ട് ഇതിൻ്റെ ഒരു സൈസ് എന്ന് പറഞ്ഞാൽ നല്ല സൈസാണ്. ഇതാണ് നാട്ടുമ്പുറത്തുകാർക്ക് വേണ്ടത്. പഴംപൊരി കഴിച്ചാൽ വിശപ്പും തീരും. അതാണ് അതിൻ്റെ വലിയ പഴംപൊരി. അത് ഞങ്ങളുടെ പനങ്ങാടിൻ്റെ ഒരു സിഗ്നേച്ചർ ചായക്കടയാണ് വാവച്ചൻ്റെ ചായക്കട. അടികൾ സമീപം ചായക്കട എന്നുള്ളത് എൻ്റെ സ്കൂളിൽ എന്ന് വെച്ചാൽ ഗോപിനാഥമേനോൻ മെമ്മോറിയൽ സ്കൂളിൻ്റെ നേരെ മുമ്പിൽ ആണ് വാവച്ചൻ്റെ കട. ചെറിയ കടയാണ്. മെയിൻലി സ്കൂളിലെ ടീച്ചേഴ്സും അങ്ങനെ കൊച്ചു നാട്ടുകാരും വന്ന് കഴിച്ച് പോകുന്ന വാവച്ചനും കൂടെ വർക്ക് ചെയ്തുകൊണ്ട് ചെയ്യുന്നൊരു ചെറിയൊരു ചായക്കടയാണ്. അപ്പം അച്ഛനെന്തി? അച്ഛനോട് പോയി പൈസ വെച്ചേക്കണേ. പൈസ 500 രൂപയുണ്ട്, എടുത്ത് വെച്ചേക്ക്.